ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും പരിപ്പ് കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനു വേണ്ടി എല്ലാ സാധനങ്ങളും അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. സവോളയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും, പിന്നെ അതേപോലെ നെയ്ച്ചോറിന് വേണ്ടി സവോളയും സ്പൈസസും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പിന്നെ പരിപ്പ് വെള്ളത്തിലും കൂടെ കുതിരാനിട്ടിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയത് നെയ്ച്ചോറായിരുന്നു. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു നെയ്ച്ചോറ് ഉണ്ടാക്കിയത്. പക്ഷേ നെയ്ച്ചോറിൻ്റെ അരി ഇന്ത്യ ഗേറ്റ് ആയിരുന്നു, പക്ഷേ അതിന് ഇത്തിരി സ്റ്റിക്കി ഉണ്ടായിരുന്നു. അതാണ് നെയ്ച്ചോറായി വന്നതിന് ശേഷം ഇത്തിരി സ്റ്റിക്കി ടെക്സ്ചർ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നു. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ നെയ്യും കുറച്ച് എണ്ണയും പിന്നെ സ്പൈസസും അത് തന്നെ സവോളയും അത് തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇട്ട് കുറച്ച് റോസ്റ്റ് ചെയ്തെടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വഴറ്റിയെടുക്കും. അത് തന്നെ. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ 1.5 ഗ്ലാസ് അരിക്കും 3.5 ഗ്ലാസ് വെള്ളമായിരുന്നു ഒഴിച്ചത്. അങ്ങനെ ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് പിന്നെ ആ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി കാത്തിരിപ്പായിരുന്നു. കാരണം ഞങ്ങൾ അടപ്പ് എന്തോ ഒരു പ്രശ്നമുള്ള കാരണം പെട്ടെന്നൊന്നും തിള വന്നില്ല. പിന്നെ തിളച്ച് പിന്നെ അരി ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തേക്ക്. പിന്നെ അത് ഞാൻ കഴുകി ഊറ്റി പിന്നെ അതിട്ടു. പിന്നെ നമ്മൾ അടച്ച് വെച്ചു. ഫിസിൽ അടുപ്പിച്ചില്ല, ഫുള്ള് എയർ ആയപ്പം പിന്നെ നമ്മളത് തുറന്നു. അപ്പോഴത്തേക്ക് നെയ്ച്ചോറ് റെഡിയായി. അതാ പറഞ്ഞ ഇത്തിരി സ്റ്റിക്കി ഉണ്ടായിരുന്നു, എന്താ അറിയത്തില്ല. പിന്നെ നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടി അടുപ്പത്ത് ചട്ടി വെച്ചു. ചട്ടിയിലാട്ടോ ചിക്കൻ കറി വെക്കുന്നത്. പിന്നെ എണ്ണ ഒഴിച്ചു, സവോള ഇട്ട് വാട്ടി. അങ്ങനെയായിരുന്നു. പക്ഷേ ഇത്തിരി സമയം എടുത്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടപ്പിന് എന്തോ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കാം. ഇനി വേറൊരു അടപ്പ് വാങ്ങിക്കും. അപ്പം പെട്ടെന്നൊന്നും ആകത്തില്ല. പിന്നെ സവോള വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പച്ചമുളകൊക്കെ ഇട്ട് നമ്മൾ നല്ലോണം വഴറ്റിയെടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്താണെന്ന് പറയുക, ട്രൈപ്പോഡ് ഇരിക്കുന്ന 2 വട്ടം താല് തട്ടി ഷേക്കായി. അതൊക്കെ പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ മഞ്ഞൾ പൊടി ഇട്ടു. അത് വഴറ്റിയതിന് ശേഷം മഞ്ഞൾ പൊടി ഇട്ടു. പിന്നെ മുളക് പൊടി ഇട്ടു. പിന്നെ എല്ലാം കൂടെ വഴറ്റി നല്ലൊരു മിക്സായി വന്നപ്പോൾ പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചു. മഞ്ഞൾ പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപ്പിട്ടായിരുന്നു കേട്ടോ സവോള വഴറ്റാൻ നേരത്ത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട്. ഈ മല്ലിപ്പൊടി പറയാൻ മറന്നു വന്നത്, എനിക്ക് ആ സാധനത്തിൻ്റെ കുത്തൽ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ചേർക്കാറില്ല. അതാണ് ഞാൻ മറന്നു പോണത്. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു. വെള്ളം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു. കാരണം കുക്കറിലല്ലല്ലോ, ചട്ടിയിലല്ലേ. അപ്പോഴത്തേക്ക് അത് ചിക്കൻ വേകുന്ന ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു. പിന്നെ നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് ഇങ്ങനെ പിറക്കി ഇട്ടു. കണ്ടോ എന്ത് ഭംഗിയാണ് ചിക്കൻ കാണാൻ. ചുമന്നേത് വെള്ള കളറിൽ എന്തോ സാധനം കിടക്കുന്നത് നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ മസാല കുറച്ചിട്ടു. പിന്നെ ഞങ്ങൾ ഇത്തിരി പെരുംജീരകപ്പൊടി ഇട്ടായിരുന്നു, പക്ഷെ അത് ഇതിൻ്റെ അകത്ത് എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞങ്ങൾ അടച്ചു വെച്ച് നല്ലോണം വേവിച്ചു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കാൻ പോവാം. പരിപ്പും സവോളയും പച്ചമുളകും മാത്രം ഇട്ടിട്ടാണ് ആദ്യം പരിപ്പ് വേവിച്ചത്. അതിനുശേഷം നമ്മൾ അരപ്പിന് വേണ്ടി തേങ്ങയും നല്ല ജീരകവും വെളുത്തുള്ളിയും ഉപ്പും ഒക്കെ കൂടിയിട്ട് അരച്ച ഇതും കൂടെ നമ്മൾ പരിപ്പ് വെന്തതിന് ശേഷം നമ്മൾ അങ്ങോട്ട് ഒഴിച്ച് ഇത്തിരി വെള്ളം പോലെ ആയിപ്പോയി. സാരമില്ല, ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ഉണ്ടാക്കുന്ന കേട്ടോ. അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പരിപ്പ് വറവിട്ടു. കാരണം എണ്ണ ഒഴിച്ച് കടുകിട്ട് വറ്റൽമുളകിട്ട്. പിന്നെ നിങ്ങൾ ഒന്നിലും കറിവേപ്പില വേണ്ട കാണത്തില്ല. കാരണം എന്താണെന്ന് പറയുക, കറിവേപ്പില വീട്ടിലില്ല. അപ്പം ഇല്ലാത്തതുകൊണ്ട് നമ്മളതിട്ടില്ല. പിന്നെ നമ്മളതൊക്കെ ഇട്ട് വറവൊക്കെ നമ്മൾ തിരിച്ചൊഴിച്ചു. കുറച്ച് മൂത്തതിന് ശേഷം നമ്മൾ പരിപ്പിലേക്ക് നമ്മളിതെടുത്ത് അങ്ങോട്ട് ഒഴിച്ചു. പിന്നെ ഈ ചട്ടി തന്നെ നമ്മൾ അങ്ങനെ പപ്പടം പൊരിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പടം പൊരിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെപ്പോഴും പപ്പടം പൊരിക്കുന്ന ഞാനാണ്. പ്രത്യേകതരം ഇഷ്ടമാണത്. പിന്നെ ഓരോരോ പപ്പടങ്ങളൊക്കെ പൊരിച്ച് പാത്രത്തിലാക്കി ഇട്ടു. അങ്ങനെ നമ്മൾ ഫുള്ള് സെറ്റാക്കി കേട്ടോ. ഇതാണ് പരിപ്പ് കറി, നെയ്ച്ചോറും ചിക്കൻ കറി, പപ്പടം, അച്ചാറുണ്ടായിരുന്നു. പക്ഷേ അച്ചാർ എടുത്തില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കും.